മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി. 19-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധം വരെയുള്ള മലയാള സാഹിത്യം പരിശോധിച്ചാൽ ഇതിഹാസ പുരാണങ്ങളിൽ നിന്ന് കടം കൊള്ളാത്ത ആകർഷകമായ പ്രമേയങ്ങൾ അപൂർവമാണെന്ന് കാണാം. എന്നാൽ വാമൊഴി പാരമ്പര്യത്തിൽ ഇതല്ല അവസ്ഥ. വൈവിധ്യമേറിയ പ്രമേയങ്ങൾ അനുഷ്ഠാനപരവും അനുഷ്ഠാനേതരവുമായ വാഗ്മയങ്ങളിൽ കാണാം. ഏതെങ്കിലും മൂർത്തിയെയോ ദേവതയെയോ പ്രീതിപ്പെടുത്താനോ ആവഹിക്കാനോ അനുനയിപ്പിക്കാനോ ഉദ്ദേശിച്ച് ചെയ്യുന്ന അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ആലപിക്കപ്പെടുന്നവയാണ് അനുഷ്ഠാന ഗാനങ്ങൾ. വാമൊഴി പാരമ്പര്യത്തിലാണ് പുലർന്നതെങ്കിലും അവയിൽ ചിലതെങ്കിലും ഓലയുടെയും നാരായത്തിൻ്റെയും ഒത്താശ സ്വീകരിച്ചിട്ടുണ്ട്. പയ്യന്നൂർ പാട്ട് തന്നെ ഉദാഹരണം. അസാധാരണമായ പ്രമേയമാണ് പയ്യന്നൂർ പാട്ടിലേത്. ഹെർമൻ ഗുണ്ടട്ടും മറ്റും നീലകേശി എന്ന് പരാമർശിക്കുന്നുവെങ്കിലും പാട്ടിൽ ഒരേടത്തല്ലാതെ നായികയുടെ പേര് പറയുന്നില്ല. പല വിവാഹം ചെയ്തിട്ടും ആൺപ്രജ ഉണ്ടാവാതെ വന്നതിനാൽ താപസിയായി ഭിക്ഷയാചിച്ച് ദേശാന്തരം ചെയ്യുന്ന നായികയെ മങ്കയാൾ, മനമങ്ക എന്നൊക്കെയാണ് പാട്ടിൽ ഏറെയും പരാമർശിക്കുന്നത്. യാത്ര ചെയ്ത് കച്ചൽ പട്ടണം എന്ന സ്ഥലത്തെത്തിയ അവർ നമ്പൂച്ചെട്ടി എന്ന കച്ചവട പ്രമുഖനെ സന്ധിക്കുന്നു. അവർ വിവാഹിതരാകുന്നു. പേരൂരയ്യൻ പെരുങ്കോയിലിൽ മാതുകൂത്ത് നേർന്നതിൻ്റെ ഫലമെന്നോണം അവർക്കൊരു മകൻ ജനിക്കുന്നു. സന്താന ലാഭത്തിനു വേണ്ടി നേർന്ന മാതുകൂത്ത് നിർവഹിക്കുന്നതിനിടയിൽ അതിൻ്റെ വളർമ കേട്ട് കപ്പലേറി സഞ്ചരിച്ചിരുന്ന കൂലവാണിയരായ നീലകേശിയുടെ ആങ്ങളമാർ കൂത്ത് കാണാൻ മതിലിലേറിയിരിക്കുന്നു. ഇത് ആചാരലംഘനമാണെന്ന് പറഞ്ഞ് നമ്പൂച്ചെട്ടിയുടെ ആളുകൾ അവരോട് ഇടയുന്നു. ഒടുവിൽ നമ്പൂച്ചെട്ടി ചുരികയെടുത്ത് പ്രയോഗിക്കുന്നു. ആങ്ങളമാർ വധിക്കപ്പെടുന്നു. വൈകിയാണ് നീലകേശി വിവരമറിഞ്ഞത്. ആങ്ങളമാരുടെ എല്ല് ശേഖരിച്ച് അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്ത് മകനെയും ഭർത്താവിനെയും വെടിഞ്ഞ് അവൾ നാടുവിട്ടു. യൗവനാരംഭത്തിലെത്തിയ മകനെ വാണിജ്യതന്ത്രങ്ങൾ പഠിപ്പിച്ച് അവനുമായി കപ്പലിലേറി കച്ചവടത്തിന് പുറപ്പെടുന്നു നമ്പൂച്ചെട്ടി. വലിയ ലാഭം നേടിയ കച്ചവടയാത്രയ്ക്ക് ശേഷം നമ്പൂസരി അരൻ വിശ്രമിക്കുന്ന വേളയിലാണ് ഒരു താപസി പൈക്യം അഥവാ ഭിക്ഷ തേടിയെത്തുന്നത്. വാണിയനായ താൻ ഭിക്ഷ കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് അവൻ പറഞ്ഞെങ്കിലും അവർ തമ്മിൽ ഒരു ശാസ്ത്ര തർക്കം നടക്കുന്നു. താപസി അതിൽ വിജയം വരിക്കുന്നു. പയ്യന്നൂരിൽ നടക്കുന്ന മായക്കൂത്തിന് വരണമെന്നും വന്നില്ലെങ്കിൽ നീ ആണല്ല പെണ്ണിന് സമാനനാണെന്നും പറഞ്ഞ് താപസി മടങ്ങുന്നു. യാത്ര പുറപ്പെടാൻ ഒരുങ്ങുന്ന നമ്പൂസരി അരനെ പിതാവ് തടയുന്നു. എന്നാൽ താൻ കൊടുത്ത വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് മകൻ. ചാവാളരെ പോലെ അകലെ പോകുന്ന നീ 5 വണ്ണം, മണിഗ്രാമം എന്നിവയുടെ പിന്തുണയോടെ പോകണമെന്നും കപ്പലിൽ ആവശ്യത്തിന് വാണിജ്യ വസ്തുക്കൾ കരുതണമെന്നും അച്ഛൻ മകനെ ഉപദേശിക്കുന്നു. കപ്പലിലേറ്റി കൊണ്ടുപോകേണ്ട ചരക്കുകളുടെ വിവരണം തുടരുന്ന ഘട്ടം വരെയുള്ള ഭാഗങ്ങളെ നമുക്ക് കണ്ടുകിട്ടിയിട്ടുള്ളൂ. കിട്ടിയിടത്തോളം ഭാഗത്തെ കഥാഗതി തന്നെ ഉദ്വേഗജനകമാണ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും